പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 29 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിലുള്ള വചനങ്ങളിൽ കർത്താവെ, ഒരു കുരിശ് കിട്ടിയാൽ അതിൻ്റെ കൂടെ കർത്താവിനെ കൂടി കിട്ടുമെന്ന് ആ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾക്ക് വെളിപാട് തന്നു ചെയ്യും. ഞങ്ങൾക്ക് നിലവിലുള്ള കുരിശിൻ്റെ കൂടെ എല്ലാം കർത്താവിനെ കൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളത് കർത്താവിൻ്റെ നാമത്തിലാക്കുന്നു ചെയ്യും. കർത്താവെ, അങ്ങയുടെ മക്കള് ജീവിതത്തിൻ്റെ ഓരോരോ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ അവരവിടെ അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങൾ, പ്രത്യേക വിഷമതകൾ, പ്രത്യേക തടസ്സങ്ങൾ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ നിമിഷം വിട്ടുമാറണമെന്ന് കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. വിവാഹം തടസ്സമുള്ളവരെ, മരുന്ന് ഭരിക്കാത്തവരെ, മരുന്ന് കിട്ടാത്തവരെ, കർത്താവ് ഈ ആശീർവാദ ശക്തിയാൽ അങ്ങയുടെ മക്കൾ
അങ്ങ് സുഖപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കാൽവരിയിലെ മാതാവേ, എല്ലാ മക്കൾക്കും സഹനത്തിൻ്റെ അമ്മയെപ്പോലെ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ആരാധന കൂടുന്നവരെല്ലാം കൂടുമ്പോഴെല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികൾ, രോഗങ്ങൾ, പീഡകൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ യേശുക്രിസ്തു നാം നീങ്ങിപ്പോട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ സത്യവചനം എന്നാണ് പറയുന്നത്. എന്താ? ദൈവം സത്യമായതുകൊണ്ട് സത്യമായ ദൈവത്തിൽ നിന്ന് വരുന്ന വചനം സത്യവചനങ്ങളാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം സത്യമാണെങ്കിലും നമ്മൾ അത് നുണയായിട്ട് സ്വീകരിച്ചാൽ നമുക്കത് സത്യം ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ പറയും, ഇതെന്ത് നിങ്ങൾ ചോദിക്കും, ഇതെന്താ ഇങ്ങനെ പറയണത് ചോദിക്കും. അങ്ങനെയല്ല, ഇത് ശരിയാണ്. ദൈവത്തിൽ നിന്ന് വരണത് സത്യവചനമാണ് വരണത്. സത്യമായ ദൈവത്തിൽ സത്യവചനം വരും. പക്ഷെ നമ്മളത് നുണയായിട്ട് സ്വീകരിച്ചാൽ നമ്മൾക്കത് ഫീൽ ചെയ്യത്തില്ല, ആ സത്യം ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ നുണയെ സ്വീകരിച്ച ആൾക്കാരുണ്ട് ബൈബിളിൽ. അതിൽ ഒന്നാമത്തെ ആൾ സാറയാണ്. അവരതൊരു തമാശയായിട്ട്, കോമഡിയായിട്ട് എടുത്തത്. അതുകൊണ്ടാണ് അവർ ചിരിച്ചത്. എനിക്ക് സാറയുടെ ചിരിയുണ്ടല്ലോ, സാറ ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അണുബോംബിൻ്റെ പേരെന്തായിരുന്നു ആദ്യം ഉണ്ടാക്കിയ? ബുദ്ധൻ ചിരിക്കുന്നു. അതുപോലെ അപ്പോൾ എൻ്റെ മനസ്സിൽ സാറ ഒരു അണുബോംബായിരിക്കും മിക്കവാറും. അത് അവർ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ചിരിച്ചു. പക്ഷെ എബ്രഹാം ചിരിച്ചില്ല. സാറ വിശ്വാസിയുടെ മാതാവാകേണ്ട ആളായിരുന്നു, പക്ഷെ പോയി. രണ്ടുപേരോട് ഒരേ സമയത്താണ് കർത്താവ് വചനം പറഞ്ഞത്. ഒരാൾ മാത്രം വിശ്വാസിയുടെ പിതാവായി, മറ്റാൾ ചിരിച്ചില്ലെന്ന് പിന്നെയും നുണ പറഞ്ഞു. അപ്പോഴും കർത്താവ് പറഞ്ഞു, നുണയാണ് പറഞ്ഞത്, നീ ചിരിച്ചെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം വചനത്തെ, എല്ലാ വചനങ്ങളെയും ഞാൻ പണ്ടേ പത്തിപ്പറമ്പിൽ അച്ഛനെന്നും പറഞ്ഞൊരു അച്ഛനാണ് എന്നെ ബൈബിൾ പഠിപ്പിച്ചത്. എന്നെ അല്ല, ഞങ്ങളുടെ ബാച്ചിനാണ്. അപ്പോൾ അദ്ദേഹം ഇൻസ്പിറേഷൻ പഠിപ്പിക്കും, ബൈബിളിൻ്റെ വെളിപാടിനെക്കുറിച്ച് പഠിപ്പിക്കും. അപ്പോൾ അദ്ദേഹം പറയും, എവരി വേർഡ് ഈസ് ഇൻസ്പയർഡ് എന്ന് പറയും, റെവലേഷൻ ആണെന്ന് പറയും. എല്ലാ വചനത്തെ ബൈബിളിലെ എല്ലാ വാക്കും. അപ്പോഴും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയും, എവരി കുത്തും കോമായും റെവലേഷൻ ആണെന്ന് പറയും. ഇപ്പം എൻ്റെ കൂടെ അണ്ണന്മാരുടെ ചിരിക്കും. സത്യപ്രപഞ്ചത്തിനൊക്കെ ചിരിക്കല കൂടുതലല്ല, പുള്ളികൾക്ക് നോക്കുകയുള്ളു. പക്ഷെ പിന്നീട് എൻ്റെ മനസ്സിൽ ഞാൻ ആശയം മാറ്റിയിട്ടില്ല. കർത്താവിൻ്റെ വചനത്തിൽ കുത്തും കോമായൊക്കെ പിന്നെ ചേർത്താണ്. അതിൻ്റെ ചില കുത്തും കോമായൊക്കെ പിന്നീട് ചേർത്താണ്. വചനം പാരഗ്രാഫ് തിരിച്ചപ്പോഴൊക്കെ ചേർത്തിട്ടുണ്ട്. R.S. സ്റ്റീഫനൊക്കെ 15-15 നൂറ്റാണ്ടിലൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്പരൊക്കെ വൈദ്യനൊക്കെ നമുക്ക് വായിക്കേണ്ട സഹോദരൻ നമ്പറിട്ട് തന്നില്ലേ അപ്പോഴും ആ വചനത്തിൽ തൊട്ടപ്പോഴെല്ലാം എപ്പോഴും നമ്മൾ ചിലപ്പോൾ മനുഷ്യൻ്റെ കക്രിയ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത ഉണ്ടെങ്കിലും വെൻ വി ബിലീവ് ഇൻ ഇറ്റ് നമുക്കത് അനുഭവവേദ്യമാകും. അതാണ് എൻ്റെ വചനത്തിൻ്റെ. അതുകൊണ്ട് എപ്പോഴും ഈ ബിലീവ് ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറയണത് ദൈവം നമ്മുടെ ഒരു സഹകരണത്തോടു കൂടി ദൈവം ഓരോരുത്തർക്കും നൽകേണ്ട പ്രത്യേക ദാനമാണെന്നുള്ളതാണ് ശരിക്കും ഇവർ പത്രോസ് ബിലീവ് ചെയ്യുന്നതിൽ ഇത്തിരി ഒരു പിന്നാക്കം നിന്നായിരുന്നു. കാര്യം മനസ്സിലാകാഞ്ഞ കൊണ്ടാണ്. കർത്താവ് പത്രോസ് പറഞ്ഞില്ലേ, നമ്മുടെ ജെറുസലേമിലേക്ക് പോവുകയാണ്, മനുഷ്യപുത്രൻ ശത്രുക്കൾ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ വധിക്കുക എന്നുള്ള കാര്യം വരെ പത്രോസ് കേട്ടുള്ളൂ. ഉയർത്തെഴുന്നേൽക്കുന്നത് പുള്ളിയാത്തെ ശ്രദ്ധിച്ചില്ല. പുള്ളി കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഈ ജൂഡാസൊക്കെ ഇപ്പം തന്നെ
ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളോട് തൊഴുത്തി കുത്തി കൊണ്ടടക്കുകയാണ്. നീ വധിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂദാസ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ആൾക്കാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. പറഞ്ഞത് പറഞ്ഞു, ഇനി പറയരുതെന്ന് പറയും. അപ്പോൾ പത്രോസ് ആത്മാർത്ഥം കൊണ്ട് പറഞ്ഞ കേട്ടോ. കർത്താവ് പറഞ്ഞു, സൈറ്റൻ, പണ്ട് ഇതുപോലെ നീ വന്നിരുന്നു, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇന്ന് നീ പത്രോസിനെ കടമെടുത്ത് പത്രോസിൻ്റെ കൂടെ ആണ് നീ എന്നെ സമീപിക്കണത്. ഈ ഗോ ബിഹൈൻഡ് എന്ന് പറയും, നീ പുറകെ പോകാൻ പറയും. അങ്ങനെ പത്രോസിന് ഭയങ്കര ചമ്മലായി. പത്രോസിനെ കർത്താവിനെ ആട്ടി ഓടിച്ചില്ലേ, സാത്താനെ ആട്ടി ഓടിച്ചെന്നല്ല. പക്ഷെ എന്നാലും പത്രോസ് ഇത് വിശ്വസിക്കണമെന്നുള്ളത് പിതാവിന് ഭയങ്കര ഒരു സീരിയസ് വിഷയമായി. അതുകൊണ്ട് അങ്ങനെ ദൈവം തൽക്കാലത്തേക്ക് പത്രോസിനെ ശാസിച്ചെങ്കിലും താബോർ മലയിൽ അടിവാരത്തിൽ ചെന്നപ്പോൾ അപ്പ പറഞ്ഞു, പത്രോസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഉടനെ അപ്പോഴ് ഈശോ മറ്റുള്ള 9 പേരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം ഇവിടെ നിൽക്കുക കേട്ടോ. പത്രോസിനെ വിളിച്ചു, പത്രോസ് കൂടെ വരാൻ പറഞ്ഞു. പിന്നെ പത്രോസ് അങ്ങനെ ബാക്കി യോഹന്നാനെയും യാക്കോബിനെയും കൂടി കൂട്ടി. അവർ 3 കൂടി പോയി. മലയുടെ ഉച്ചയിലെത്തിയപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇവൻ്റെ ഭാവം അങ്ങ് മാറി, ഇവൻ സൂര്യനായി മാറി. പത്രോസ് വിസ്മയിച്ചു പോയി. ആ സൂര്യനിൽ അവൻ യേശുവിനെ മാത്രമല്ല, ഏലിയാനെ കണ്ടു, മരിച്ചുപോയ മോസസിനെ കണ്ടു. അപ്പോൾ പിതാവ് പത്രോസിനോട് പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു, താബോർ മലയിൽ ഇവനെ ജ്ഞാനസ്നാനപ്പെടുത്തി തരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞു. മർക്കോസ് 9:7. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. പക്ഷെ നിങ്ങൾ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനോ അവനെ വിശ്വസിക്കാനോ നിങ്ങൾ തയ്യാറായില്ല. ഇപ്പം നിങ്ങളോട് പറയുന്നു, അവനെ നിങ്ങൾ ശ്രവിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച്. കാരണം തിരുവുത്ഥാനത്തെക്കുറിച്ച് അപ്പായാണ്. ആ തിരുവുത്ഥാനമാണ് ശരിക്കും താബോറിൻ്റെ പ്രധാന പ്രമേയം. ഇവരെ ശ്രവിക്കാൻ പറയണത് തിരുവുത്ഥാനത്തെ സംശയിച്ചിരുന്നതുകൊണ്ടാണ് പത്രോസ് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയണത്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ. അപ്പം തിരുവുത്ഥാനം ഇപ്പോഴും വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഉയർപ്പിനെക്കുറിച്ച് ഇപ്പം പറയണതെല്ലാം ശ്രദ്ധിക്കണം എന്ന ഒരർത്ഥം കൂടി അതിനകത്തുണ്ട്. നമ്മൾ ഉയർപ്പിലേക്ക് പോകുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ ഈ ചെവിയുടെ അകത്ത് വേറൊരു ചെവി വേണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയും. ആ ചെവി എന്ന് പറയുന്നത് അനോയിൻറ്റിങ് ഇയറാണ്. നമ്മൾ കാണുന്ന പോലെ സാധാരണ കേൾക്കുന്ന സ്വരമല്ല അത്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നെഗറ്റീവ് കാലങ്ങളിലെ നമ്മൾക്ക് വചനത്തിൻ്റെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അനുഗ്രഹം പോരാ, അനോയിൻറ്റിങ് വേണം, അഭിഷേകം വേണം. കാര്യം ഈ അഭിഷേകം എന്നുള്ള വിഷയം ബൈബിൾ അവതരിപ്പിക്കുന്നത് എന്താണ്? നെഗറ്റീവ് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ സർപ്പങ്ങളെ പിടിക്കും, അവ നിങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്ന്. നിങ്ങൾ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ പൊള്ളിക്കത്തില്ല. നിങ്ങൾ ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം മുക്കത്തില്ല. അപ്പോൾ എല്ലാം നെഗറ്റീവ് സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ദംശനം ഏക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ മോശം കാലാവസ്ഥയിൽ ജീവിക്കുന്നതിനാണ്. അപ്പം അന്ന് അനുഗ്രഹങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമില്ലാത്ത കാലമുണ്ട്. പക്ഷെ അത് അനുഗ്രഹമില്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടത് അഭിഷേകമാണ് വേണ്ടത്. അപ്പം എപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്യണത് ഈ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള നമുക്ക് തരുന്ന കാറ്റഗിസത്തിൻ്റെ കാലങ്ങളിലെല്ലാം ഇതുപോലെ ഒരു അഭിഷേകം നമുക്ക് വേണ്ടി വരും. കാര്യം പലപ്പോഴും പീഡാനുഭവത്തിൻ്റെ കൂടെയാണ് പുനരുത്ഥാനത്തിൻ്റെ സിലബസ് വരണത്.
ബൈബിളിലും അങ്ങനെയാണ്, അതിൻ്റെ അകത്ത് തെറ്റിയിട്ടില്ല. എപ്പോഴും ഓർക്കണം, ക്ലേശകാലങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത് ഉയർപ്പിനെക്കുറിച്ചാണ്, ക്ലേശത്തെക്കുറിച്ചല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.